ഹായ് മക്കളുമാരെ, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന മീൻ തോരനാണ്. അതിനുവേണ്ടി ഞാനൊരു ഇടത്തരത്തിലുള്ള 7 മത്തിയാണ് കഴുകി ക്ലീൻ ചെയ്തൊരു പാത്രത്തിൽ വെക്കുക. അതിനുശേഷം ഇത് മീൻ തോരൻ വെക്കാൻ വേണ്ടത് മൺചട്ടിയാണ്. മൺചട്ടിയിലോട്ട് ഈ മീൻ ഇട്ടതിന് ശേഷം അതിനകത്തോട്ട് ഒരു സ്വല്പം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പുളി ഉപ്പും നമ്മൾ കുതിരായിട്ട് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് ഗ്യാസ് കത്തിച്ച് അടുപ്പിൽ വെക്കുക. അത് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിനെ അടുപ്പിൽ വെച്ച് അടച്ചു വെക്കുക. അതിന് ശേഷം ഇതിൻ്റെ ചേരുവകയെന്ന് പറയുന്നത് തേങ്ങ, ഒരു 3-4 ചുവന്നുള്ളി, വെളുത്തുള്ളി, സ്വല്പം വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, പിന്നെ കറിവേപ്പില, സ്വല്പം ഉപ്പും സ്വല്പം മഞ്ഞൾപ്പൊടി, തേങ്ങ, എന്നിട്ട് ഇതെല്ലാം കൂടെ നമ്മൾ മിക്സിയിലിട്ട് ഒരടി അടിക്കണം. ഒരടി അടിച്ചതിന് ശേഷം ഒരടി അടിച്ചിട്ട് നമ്മൾ ഈ അടപ്പി വേവാൻ വെച്ചിട്ടില്ലേ, അത് അതിൻ്റെ വെള്ളം, ആ അരപ്പ് വറ്റുമ്പോൾ അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സിയിൽ ചതച്ച് വെച്ചിട്ടുള്ളത് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഇളക്കി അടച്ചു വെക്കുക. എന്നിട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് അതിനെ തുറന്ന് നോക്കണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പം അതിൽ ചെറുതായിട്ടൊരാവിയൊക്കെ വരും. വന്നതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. കൊച്ചു വെളിച്ചെണ്ണ എന്നിട്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് സ്വല്പം കറിവേപ്പിലയും കൂടെ അതിനകത്തോട്ട് പിച്ചിട്ട് കൊടുക്കണം. എന്നിട്ട് അടച്ചു വെക്കണം. ഇളക്കി ഒന്ന് പിടിപ്പിച്ചതിന് ശേഷം അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ്, ഒരു 10-15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് ചെറിയ തീയില വെക്കാതെ എന്നിട്ട് ഇത് തുറന്ന് നോക്കണം. 10-15 മിനിറ്റ് തുറന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആവിയൊക്കെ നന്നായിട്ട് വന്ന് നല്ല ഇതായിട്ട് വരും, നല്ല മണവും വരും. എന്നിട്ട് അതിനെ ഇളക്കി നമ്മൾ ടേസ്റ്റൊക്കെ നോക്കി അത് പാകമായിരിക്കും. എന്നിട്ട് നമ്മൾ തുറന്ന് വെച്ച് കുറച്ച് നേരം കൂടെ വേണമെങ്കിൽ അതിനെ അത് ഇളക്കി കൊടുക്കണം. അതിന് ശേഷം അത് ടേസ്റ്റ് വെക്കുമ്പോൾ അടിപൊളി ടേസ്റ്റായിരിക്കും. നല്ല അടിപൊളി മീൻ തോരനാണ്. ചോറിന് ഇത് മാത്രം മതി. കോട്ടയം കൊല്ലക്കാരൊക്കെ ഇതാണ് വെക്കുന്നത്. അടിപൊളി മീൻ തോരനാണേ.